കാലത്തൊക്കെ പാരഡികൾ എഴുതുമായിരുന്നു. അപ്പൊ അങ്ങനെ വന്ന് പിന്നീട് ഇതിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും കവിത വേണം എന്നൊക്കെ പറഞ്ഞ് വായി വരുന്ന വരികൾ വെച്ചിട്ടാണ് ഇത് എഴുതുന്നത്. അപ്പൊ അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇച്ചിരി കട്ടിവാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ട് എഴുതും. അപ്പൊ ഇതൊരു കവിതയാണ്, ഇച്ചിരി എന്തോ സാധനം ഉണ്ടെന്നൊരു തോന്നൽ വരും, അത്രേ വരും. അതുകൊണ്ടാണ് അതിനെ കാർട്ടൂൺ കവിത എന്ന് പറയുന്നത്. അപ്പൊ ഈ വേദിയിൽ അങ്ങനെ ഞാനൊരു കവിത ചൊല്ലിക്കഴിഞ്ഞാൽ നല്ല കവിതകൾ, നിങ്ങൾ എഴുതിയ നല്ല കവിതകളെ കളിയാക്കിയതാണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. അപ്പൊ ഇത് തമാശയായിട്ട് എടുത്താൽ മതി. അപ്പൊ അതിൻ്റെ ഞാനൊരു കവിത ആലോചിക്കാം. പിരിഞ്ഞു പോകുന്നത്. അത് ഈ ലാത്തി ചാർജിനൊക്കെ മുമ്പ് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പല പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ എന്നെ വിളിക്കാറുണ്ട്. ചേട്ടൻ അവിടെ വരെ വന്നൊരു കവിത പറയണം, ആള് പിരിഞ്ഞു പോകാനാണ്. അപ്പൊ അതുകൊണ്ട് മുന്നോടിയായിട്ട് കവിത ചൊല്ലുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞതാണ്. അപ്പൊ ഒരു പ്രാസമുള്ള ഒരു കവിത ഞാൻ എഴുതിയായിരുന്നു ഇടയ്ക്ക്, കരിമന്തികൾ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിന്റെ വരികൾ എന്ന് പറഞ്ഞാൽ, കരിമന്തികൾ കടുകു വറുത്ത നീലരാവിൽ, ഫലകങ്ങൾ ചുരമാന്തിയ മോഹരാവിൽ, അതിരാവിലെ വരുമോ പ്രിയേ നിൻ സുരസുന്ദര പ്രാതലുമായി. എന്തൊരു മനോഹരമായ വരികളാ പ്രാസം. ഞാൻ തന്നെ അത് പലപ്പോഴും പാടിയിട്ട് ഞാൻ തന്നെ എഴുന്നേറ്റ് ഇന്ന് കൈയടിക്കാറുണ്ട്. ഏത്തവാഴക്കുലകൾ പൂത്തു നിന്ന വേളയിൽ കാത്തു നിന്നുവോ സഖി നീ നിൻ മൂത്ത കുഞ്ഞുമായി. അത് ഞാൻ തന്നെ ഇട്ട ട്യൂണില് ഞാനൊന്ന് ആലപിക്കാം. പിരിഞ്ഞു പോകരുത്. കരിമന്തികൾ കടുകു വറുത്ത നീലരാവിൽ, ഫലകങ്ങൾ ചുരമാന്തിയ മോഹരാവിൽ, അതിരാവിലെ വരുമോ പ്രിയേ നിൻ സുരസുന്ദര പ്രാതലുമായി. ഏത്തവാഴക്കുലകൾ പുറത്തു നിന്ന വേളയിൽ കാത്തു നിന്നുവോ സഖി നീ നിൻ മൂത്ത കുഞ്ഞുമായി. അപ്പൊ ഇതൊരു മലയാളത്തിൽ എഴുതിയ കവിത. അപ്പൊ അതിനുവേണ്ടി ഞാൻ